ചോദിക്കട്ടെയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാ മറ്റൊരു റൂം കാണിച്ചു തരുകയല്ലയോ? കൂടെ കടത്താൻ നമുക്ക് സമയമില്ല. എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല, ലൈംഗിക ബന്ധം മാത്രമല്ല. അങ്ങനെ പഠിച്ചവർക്ക് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ റസൂലുള്ള വഫാത്താകുമ്പോ എന്തിനാണ് അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നത്? അവിടെ ഒരു ശാരീരിക ബന്ധത്തിന് പ്രസക്തിയില്ലല്ലോ. അവസാന സമയം ഈ ലോകത്തുനിന്ന് അവസാന ടൈം അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്ത് ലോകത്തിന്റെ നായകൻ തലവെച്ച് കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ചിന്തിക്കണേ മുഅ്മിനേ, ചിന്തിക്കണേ ഉമ്മമാരെ. ഇവിടെ 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2-3 മക്കളൊക്കെ ആയി, റാഹത്തായി ജീവിതം. അപ്പൊ ആസ്വാദനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും വേണ്ട. ഇപ്പുറത്തെ കട്ടിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നടന്നോ, നമ്മളിങ്ങോട്ട്. രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് റൂമിൽ തന്നെ വേറൊരു കട്ടിൽ കൊണ്ടുവരിക. തേക്കിന്റെ ഈട്ടിയുടെ ഉള്ള കട്ടിലാണ് റാഹത്ത്. നീ ഇവിടെ കിടന്നാൽ മതി കേട്ടോ, നമ്മളിപ്പുറത്ത് മാറി കിടക്കുക. എനിക്കല്ല കുറച്ച് ഉറങ്ങണം. കൂർക്കം വലിച്ച് വയറൊക്കെ ചാടി റാഹത്തായി. ഇനി ഉറക്കവാ. അവസാനം ഉറങ്ങി ഇവള് മറ്റൊരുത്തന്റെ വീട്ടിൽ പോയി കിടന്നു ഉറങ്ങും. സോക്കേട് കയറും. അപ്പൊ ഓടി വരും, ഉസ്താദേ അല്ലാഹുവേ ഖുർആൻ ആയത്ത് ഹദീസ്. അവള് പിഴച്ചു പോയി. ഇവിടെ ആരാ കുഴപ്പം കാണിച്ചു? എടാ 90 100 വയസ്സ് നിനക്കെത്തിയാലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്താൻ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. 100 വയസ്സെത്തിയാലും നിനക്ക് ശരീരത്തിന് ബലശയൊക്കെയാണ്, ഒരു ഇതുമില്ല, റാഹത്തുമില്ല ഇതിനോടൊന്നും. പക്ഷെ എങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ കിടത്തണം, നിന്റെ അടുത്ത് തന്നെ കിടത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു? ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു വഫാത്താകുന്നു 63ാമത്തെ വയസ്സിൽ. പ്രവാചകൻ ആരുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നു? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ. ചിന്തിക്കുന്നില്ല എന്താ റസൂലുള്ളാഹിക്ക് വേറെ തലാണ് ഇല്ലാണ്ടാണ്? എന്താ ചിന്തിക്കാത്തത്? ഇത് കുടുംബജീവിതം പഠിപ്പിക്കുകയാണ്. ഇത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 15 വർഷം കഴിഞ്ഞതാകുന്ന വിവാഹ ജീവിതം കഴിച്ച ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എവിടെയാ? അവൾ ചൂണ്ടിക്കാണിക്കും, അവൻ ചൂണ്ടിക്കാണിക്കും മറ്റൊരു റൂമില്. ആരാണ് ഇതിന് ഉത്തരവാദി? അവസാനം എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് ആലിമീങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആരാണ് ഇവിടെ കുറ്റക്കാർ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആലപ്പുഴയിൽ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത്, ഞാൻ പേര് പറയുന്ന ഒരു മുസ്ലിം സഹോദരി പത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ്. കറ്റാനം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മുസ്ലിം സഹോദരി 43 വയസ്സുള്ള പെണ്ണിന് 43 വയസ്സുള്ള പെണ്ണാണ്. മലപ്പുറം ജില്ലയിലെ ഇതര സമുദായത്തിൽ ഒരു സഹോദരന് ഫോണിലുമായി ബന്ധം സ്ഥാപിച്ചു. സ്വന്തം ഭർത്താവ് പിണങ്ങി കഴിയാൻ തുടങ്ങിയിട്ട് കേവലം 3 വർഷമായിട്ടുള്ളൂ. എവിടെ? തൊട്ടപ്പുറത്ത് റൂമിൽ തന്നെ ഉണ്ട് ആള്. വീട്ടിലൊരു മേശപ്പുറമുണ്ട്. ആ മേശപ്പുറത്ത് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് കിട്ടുന്ന പണം കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് അരി വാങ്ങിയിട്ട് ആ അരി കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് വെക്കും. കൃത്യം 3 നേരം സമയമാകുമ്പോഴത്തേക്കും മീനും ആഹാരം കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് നിന്ന് എടുത്ത് ഭാര്യ നേരെ കൃത്യം സമയത്ത് തന്നെ ആഹാരം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വിളമ്പി വെക്കും. അങ്ങനെ ബന്ധം, ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. വേറെ വർത്തമാനമൊന്നുമില്ല. തുണി അലക്കാനുള്ളതും ആ മേശപ്പുറത്ത് കൊണ്ട് വെക്കും. ഈ ഭാര്യ തന്നെ അലക്കി അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. എല്ലാത്തിനും വർത്തമാനം പറയാൻ ഒരു മേശപ്പുറം. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ്, ഞാൻ വെറുതെ പറയല്ല, ഇങ്ങനെ എത്ര കുടുംബങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തം വാപ്പയോടും ഉമ്മയോടും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ്വന്തം സഹോദര സഹോദരിമാർക്കിടയിൽ ഇത്തരത്തിൽ മതിലുകൾ തീർക്കുന്നത് ആരാണ്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലേ? 3 ദിവസത്തിൽ നിങ്ങൾ പരസ്പരം സലാം പറയാതെ മാറി നിന്നാൽ നിങ്ങൾക്കിടയിൽ കാരുണ്യത്തിന്റെ മലക്കുകൾ കടന്നു വരൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരാണ് ഇവിടെ പ്രശ്നക്കാർ? നമ്മൾ തന്നെ. നമ്മൾ ദീൻ പഠിക്കുന്നില്ല. പഠിക്കുന്ന ദീൻ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. അവിടെയാണ് പ്രശ്നം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനം എന്ത് സംഭവിച്ചു? പരിശുദ്ധ റമദാനിൽ 27-ാം രാവിൽ സ്വന്തം ഭർത്താവാകുന്ന ഈ പാവപ്പെട്ട 53 വയസ്സുള്ളതാകുന്ന ഭർത്താവ്
ഭാര്യയുടെ അടുക്കൽ നിന്ന് നേരെ പള്ളിയിൽ പോയി ഏത്തിക്കാഫിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് റമദാനിൽ പാതിരാത്രി സമയത്ത് ഉസ്താദ് ചൊല്ലിക്കൊടുത്ത തൗബയേത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതേ റമദാനിന്റെ 27-ാം രാവിലെ തന്നെ ആ പെണ്ണ് മലപ്പുറം ജില്ലയിലെ ഇതര സമുദായത്തിലെ സഹോദരന്റെ ഫോൺ വിളിച്ചുകൊണ്ട് വരുത്തുകയാണ്. കായംകുളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ കറ്റാനം എന്ന് പറയുന്ന കുഗ്രാമത്തിലേക്ക് ആ വീടിന്റെ പിന്നാമ്പുറത്ത് ഓലമേഞ്ഞ വീടിന്റെ പിന്നാമ്പുറത്ത് വന്ന് കൃത്യമായി വന്നുകൊണ്ട് കൈ വന്ന് മുട്ടി അദ്ദേഹം വിളിക്കണമെങ്കിൽ എത്രത്തോളം വീടിനെ കുറിച്ച്, പരിസരത്തെ കുറിച്ച്, പരിസരവാസികളെ കുറിച്ച്, പരിസരത്തുള്ള ആളുകൾ ഉറങ്ങുന്ന സമയം വരെ കൃത്യമായി അളന്നു മുറിച്ച് ആ പെണ്ണ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 2 മണിയായപ്പോ വന്ന് മുട്ടാൻ മുസ്ലിം സഹോദരനല്ല, ഇതര സമുദായത്തിലെ സഹോദരൻ. ആ സഹോദരൻ വന്ന് വീട്ടുപടിക്കം മുട്ടി, വീട് തുറക്കപ്പെട്ടു. രണ്ടുപേരും നൂലിന്റെ ബന്ധം പോലുമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 4 മണി സമയമായപ്പോ ഭർത്താവ് വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇടയത്താഴം കഴിക്കാൻ. അത്താഴം എന്താ ഇവിടെ പറയാ? ഇടയത്താഴം തന്നെ. ഇടയത്താഴം കഴിക്കാൻ അദ്ദേഹം വന്നു. വിളമ്പി വെച്ച ആഹാരം അദ്ദേഹം കഴിക്കുമ്പോ ഒരു പ്ലേറ്റിൽ നിറച്ച് ചോറും മീൻകറിയും ഒക്കെ ആയിട്ട് കിടപ്പ് റൂമിലേക്ക് പെണ്ണുപോകുന്നു. ചോദിച്ചു, എന്തിനാടി? പറഞ്ഞു, എനിക്ക് ഇടത്താഴം കഴിക്കാനാണ്. നീ ഇച്ചിരി അവിടെ നിന്ന് കഴിക്കുന്നല്ലോ എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ കഴിച്ചില്ല. ഇവിടെ കൊണ്ടുവന്നു നേരെ കിടപ്പ് റൂമിൽ. ആർക്കാണ് കൊണ്ടുവരുന്നത്? താനുമായി ഇതുവരെ ശയ്യം വിലച്ച് ക്ഷീണിച്ച് ബലഹീനനായി കിടക്കുന്നതാകുന്ന ആ സഹോദരന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒന്ന് കയറി തലയിട്ട് നോക്കി അയാൾക്ക് കാണാം. അയാൾ ഇപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതാണ് ബന്ധം അവര് തമ്മിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ പതിവില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്. ബെഡ്റൂമിലേക്ക് ആഹാരം കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അവസാനം ഇദ്ദേഹം പതുക്കെ പോയി. സലാമോൻ രണ്ടുപേർക്കിടയിലില്ല. അദ്ദേഹം യാത്രയായി നേരെ പള്ളിയിൽ പോയി. ഭയങ്കര നമസ്കാര വിഭാഗത്തോട്. അതാണ് ഞാൻ ഈ പറയുന്നത്. വലിയ ഇബാദത്തുള്ള ആളാണ്. 5 വഖത്ത് നിസ്കരിക്കും, റമദാനിലൊക്കെ നോമ്പും പിടിക്കും, എത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഒരുപാട് കൂടും. എല്ലാ നേരവും 5 നേരവും പല്ല് തേക്കും, ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും ഒക്കെ ചെയ്യും. പക്ഷേ കുടുംബജീവിതം കറക്റ്റ് അല്ല. അങ്ങനത്തെ എത്ര ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തം ഭാര്യയോടുള്ള പെരുമാറ്റം നല്ല രീതിയിലല്ല, അവരോടുള്ള സമീപനം നല്ല രീതിയിലല്ല. ആ ഭാര്യ വീണ്ടും അവരുമായി ശയ്യവലംബിച്ചു. രണ്ടുപേരും തമ്മിൽ വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഈ സഹോദരൻ രണ്ടുപേരും നൂലിലെ ബന്ധമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നല്ല രീതിയിൽ സുഖനിദ്രയിലേക്ക് പെണ്ണുപോയപ്പോ ഉറക്കത്തിന്റെ മരുന്ന് അല്പം കൂടി കലക്കി കൊടുത്തവൻ പെണ്ണിന്റെ മുഖത്തേക്ക് തലയിണയിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. കാതിലും കയ്യിലും കാലിലും കിടന്ന പാദസരങ്ങളും സ്വർണ്ണനാടെല്ലാം എടുത്ത് ആ രാത്രിക്ക് തന്നെ സുബഹിക്ക് തന്നെ ഇവൻ സ്ഥലം കാലിയാക്കി മലപ്പുറത്തേക്ക് തിരിച്ചു പോകുന്നു. ഇതിപ്പോ നടന്നിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. 3 കൊല്ലം. 2013 ലാസ്റ്റ്. അവസാനം എന്തുണ്ടായി? രാവിലെ 9 മണിയായപ്പോൾ ഇദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞു, കൂലിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ടൗൺ പരിസരത്ത് കൂലിപ്പണിയൊക്കെ എടുത്തു. അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കി. സാധാരണഗതിയിൽ ഇവിടെ ഇറങ്ങുന്ന തുടി അലക്കുന്ന ടൈമാണത്. അവിടെ എങ്ങും കാണുന്നില്ല. അല്പനേരം കഴിഞ്ഞ് ഉച്ചയായിട്ടും ദർശിക്കാത്ത ഉറക്കമായിരിക്കും എന്ന് കരുതി. എന്നാലും അദ്ദേഹം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും, അകത്തോട്ട് നേറി നോക്കുമ്പോഴത്തേക്കും തുണി ഒന്നും ശരീരത്തിലില്ലാതെ, ഒരു വസ്ത്രം പോലും ഇല്ലാതെ ശ്വാസം മുട്ടിച്ച് കൊന്ന അവസ്ഥയിൽ കണ്ടിരിക്കുകയാണ്. നിലവിളിച്ചു. എല്ലാവരും വന്നു. പോലീസ് എത്തി. ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മൂപ്പരെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടത്. കാരണം ഈ ഭാര്യയുമായിട്ട് 3 വർഷത്തോളമായി ശാരീരിക ബന്ധമില്ല, മാനസികമായി അടുപ്പമില്ല എന്ന് അയൽവാസികൾ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമാണ് കൊന്നത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. അവസാനം അദ്ദേഹം പറഞ്ഞു 10-30 ഇടിയൊക്കെ കൊണ്ട് കൊടുത്തു. 10 ദിവസത്തോളം പാവപ്പെട്ടവൻ ജയിലിൽ കിടന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല എന്ന് വെളിപ്പെടുത്തിയപ്പോ പോലീസ് വന്ന് അന്വേഷണം നടത്തിയ സമയത്ത് മൊബൈൽ ഫോൺ ഒരെണ്ണം കിട്ടുകയാണ്. പോയ സമയത്ത് ഈ ചങ്ങായി ഒരു മൊബൈലുമായിട്ട് പോയത്. പക്ഷെ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് 4-5 മൊബൈൽ ഉണ്ടാവും, 10-30 സിമ്മും ഉണ്ടാവും. ആ സമയത്ത് ഒറ്റ മൊബൈൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഒരു മൊബൈലിനകത്ത് ഒരു സിം ഇടാം. ഇപ്പം അതല്ലല്ലോ, ഒരു മൊബൈലിനകത്ത് 2-3 സിമ്മൊക്കെ ഇടാം. അങ്ങനത്തെ സിസ്റ്റമായി. അപ്പൊ 2 മൊബൈൽ ഫോൺ ആയിരുന്നു. അതിൽ ഒരു മൊബൈൽ ഫോൺ ആ ചങ്ങായി ഉണ്ട്. ഇതിലായിരിക്കും എന്നെ വിളിക്കാന്ന് കരുതിയിട്ട്. പക്ഷെ എന്തായി, മറ്റേ 2ാമത്തെ മൊബൈൽ ഫോണും വേറെ സിമ്മും. അതിൽ നിന്ന് ഇവനൊരു കോള് പോയിട്ടുണ്ട്. അതിൽ നിന്ന് പിടിച്ചു, ആളെ കൊണ്ടുവന്നു. ഇപ്പോഴും ആ കേസ് ഇപ്പോഴും നിലവിൽ നടക്കുക. അവനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായതിന്റെ തുടക്കം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു വിഷയം പറയുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ വിഷയം പറയലില്ല. പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുന്നതിന്റെ മർമ്മപ്രധാനമായ പ്രവർത്തനം ഭർത്താക്കന്മാരിലാണ്. അവര് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വിവാഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. അത് കറക്റ്റായിട്ട് പൂർത്തീകരിക്കണം.
നല്ല രീതിയിൽ കൊണ്ടുപോയി പറ്റുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ആ ഭാര്യ നിന്നോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ഭാര്യയെ നീ ഉപദേശിക്കണേ. അത് നിനക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോ, ഉപദേശം കൊണ്ട് ഭാര്യ റെഡിയായില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഭാര്യയെ വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, അവളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ വിച്ഛേദിക്കണേ. എങ്ങനെ വിച്ഛേദിക്കണം? ഒരേ കിടക്കയിൽ കിടത്തിക്കൊണ്ട് ബന്ധം വേണ്ട എന്ന് പറയണം. റൂമിന് വെളിയിൽ ഇടാൻ പാടില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. റൂമിന് വെളിയിലിട്ടാൽ ടാറ്റ ബൈ ബൈ എന്ന് കേൾക്കാം. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോകുന്നു. നിങ്ങൾ വെളിയിൽ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കാക്ക, അസ്സലാമു അലൈക്കും, നേരെ പോകും. അതുകൊണ്ട് റൂമിന് വെളിയിലിടണ്ട. ഇത് രണ്ടും ചെയ്തിട്ടും എന്റെ ഭാര്യ ഉസ്താദെ റെഡിയാകുന്നില്ല എങ്കിൽ മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഖുർആനാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു ക്ലാസ് മോഡലാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ വിഷയം അങ്ങനത്തെയാണ്. ഈ വിഷയം ആ രീതിയിലാണ്. ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഒരു സദസ്സിൽ വന്നാൽ നമ്മൾ കുറച്ച് അറിവ് നമുക്ക് കിട്ടണം. അതാണ് ഏറ്റവും വലുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്െ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മൂന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വളരിബൂഹുന്ന ഫഇന്ന തഅലകും ഫലാ തബഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി ഭാര്യ ഉപദേശിക്കണേ. ഭാര്യ ഉപദേശം കൊണ്ട് നന്നായില്ലെങ്കിൽ രണ്ടാമതായ ഖുർആൻ പറയുന്നത്, ആ ഭാര്യപ്പെട്ട ആ പാവപ്പെട്ട പെണ്ണിനോട് നീ അവളെ കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണേ. അഥവാ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ വിലങ്ങി നിൽക്കണേ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഭാര്യ എന്നോട് നല്ല രീതിയിൽ വർത്തിക്കുന്നില്ല എന്നാണ് നിനക്ക് കമന്റെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, വളരിബൂഹുന്ന വളരിബൂഹുന്ന, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മുറിവ് പറ്റാത്ത നിലയിൽ നിനക്കടിക്കാം. മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഖുർആനാണ്. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതം എങ്ങനെ ത്വലാഖിൽ നിന്ന് വഴിമാറ്റാം, അതാണ് നമ്മുടെ ജീവിത ശ്രദ്ധ. ത്വലാഖ് കളിതമാശ ഏറ്റെടുക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജ് വളരിബൂഹുന്ന, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് പോലും അവൾ നന്നാവുന്ന ഘട്ടത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അവളെ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമത്രേ. മുറിവ് പറ്റാൻ പാടില്ല. എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു, ടവല് ചുരുട്ടിയിട്ട്, കയ്യിലുള്ള ടവല് മിന്തിയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ആ ടവല് കൊണ്ടടിക്കുക. ഒട്ടും വേദന ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുറിവ് പറ്റാത്ത നിലയിലായിരിക്കണം. ഉസ്താദ്, ഞങ്ങൾ കർണക്കുറ്റിക്കൊക്കെ അടിച്ച്, ഞങ്ങൾ കിട്ടുന്ന സാധനം വെച്ച് അടിച്ച്, ചട്ടകം വെച്ച് ഞങ്ങൾ പൊള്ളിച്ച്, അതൊക്കെ നിങ്ങൾ കുറ്റക്കാർ. അല്ലാഹു ആത്തിരക്ഷിക്കട്ടെ. ആരാ ഇത് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞായിരുന്നു ഇതൊക്കെ ചെയ്യണോ? നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തല്ലി അടിച്ച് ചതച്ച് കൊല്ലാനുള്ളതാ? അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇനി മേലെ ഉപ്പനെ വാത് വിളിക്കരുത് ഈ ഭാഗത്തുനിന്ന്. അല്ലാഹ് നമ്മളെ പുരുഷന്മാരെ ഇടങ്ങേറാക്കാം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പെണ്ണുങ്ങൾക്കുള്ള ഡോസും കൊടുക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലർക്കിത് കേൾക്കുമ്പോൾ അല്ലാത്ത വിഷമോ, ഉസ്താദ് ഞങ്ങളെ നെഞ്ചത്ത് ഇങ്ങനെ കുത്താതെ കടാര കുത്തി ഇറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഇത് കഴിയുമ്പോൾ പറഞ്ഞാൽ പോരെ, ഇൻഷാ അല്ലാഹ്. പോരെ? പറയണോ വേണ്ടേ? പറയണോന്ന്. ആരും വേണ്ട ഉസ്താദ് എന്ന് പറയുന്നില്ല. റാഫി ഉറക്കെ പറയാം, പറയണോ ഉസ്താദ്. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. ഞാൻ അങ്ങോട്ട് വിഷയത്തിലേക്ക് വന്നിട്ടില്ല. നല്ലതുപോലെ ശ്രദ്ധിക്കണം.
അതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. ലിഖംസി ഖിസാലിൻ ലർബു സൗജിൻ ലിസൗജതി യജൂസു ഹകാഹാ ഫീ കിതാബി ദഖീറതി. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ അടിക്കൽ അനുവദനീയമാകുന്നത് 5 കാര്യങ്ങളുടെ മേലാണ്. 5 കാര്യം ഉണ്ടെങ്കിൽ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയ വസ്തുതകളാണ്. ഭാര്യയുടെ സ്വഭാവം വളരെ ദുഷിച്ചതാവുക 1. രണ്ടാമത്തത് സൽസ്വഭാവിയാകാതിരിക്കുക, അഥവാ നാവ് കൊണ്ട് എപ്പോഴും മോശത്തരം പറയുന്നവളാകുക 2. മൂന്നാമത്തത് നമസ്കാരം കൃത്യവട്ടമല്ല, നമസ്കാരമേ ഇല്ല അവരുടെ ജീവിതത്തിൽ, നമസ്കരിക്കുന്നില്ല ഒരു പെണ്ണ് എങ്കിൽ 3. നാലാമത്തത് തർക്കുൽ ജിമാഅ്, അവനുമായിട്ടുള്ള ശാരീരിക ബന്ധം വിച്ഛേദിക്കുക. അശുദ്ധിയൊന്നും ഇല്ല, ശുദ്ധിയുടെ കാലമുള്ളവ തന്നെയാണ്. എന്നാലും പറയാം എനിക്ക് ചെറിയ തലവേദന, എനിക്ക് സുഖമില്ല, നാളെ ആകട്ടെ മറ്റന്നാളാട്ടെ, സൗഫ സൗഫ പിന്നെന്നൊക്കെ പറഞ്ഞ് മാറി മാറി നിൽക്കുക. അങ്ങനത്തെ പെണ്ണിന് ഈ അടിവരെ കൊടുക്കാം വിശുദ്ധ ഇസ്ലാം. എങ്ങനെ അടിക്കണം? മുറിവ് പറ്റാത്ത നിലയിൽ വേണം. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയത്. 5. ഒരു പെണ്ണ് അവളുടെ സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന സീനത്ത്, സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യം ഒരു പെണ്ണ് ഉപേക്ഷിച്ചാൽ ആ പെണ്ണിനെ അടിക്കൽ ഭർത്താവിന് അനുവദനീയമാണ്. എന്തല്ല, നിർബന്ധമല്ല, അനുവദനീയമാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വിഷയം. അതാ ഞാൻ പറഞ്ഞത്, മസാല പറയുന്നത് പോലെ വേണം ഈ വിഷയം സംസാരിക്കാൻ. നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ നിങ്ങൾ പറയരുത് ഉസ്താദ് നിർബന്ധമാക്കി, അടി നിർബന്ധം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എന്നാ ഇരിക്കട്ടെ, ഇതുവരെ നിന്നെ അടിച്ചിട്ടില്ല എന്നാ കവാല നോക്കി ഒരറ്റ കയറി ഓക്കാട് കയറും. അടിക്കാൻ പാടില്ല, മുഖത്തടി ഒട്ടും പാടില്ല. ലത്തുമ്പോ മുഖത്തടി ആരെയും ചെയ്യാൻ പാടില്ല. ഒരു വാപ്പ മക്കളോട് അടിക്കാൻ പാടില്ല, മക്കള് മാതാപിതാക്കളെയും പാടില്ല, മറ്റുള്ള കൂട്ടുകാരോടും പാടില്ല, ഭാര്യ ഭർത്താവിനോട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും മുഖത്തടി പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. പല മർമ്മങ്ങളുമുണ്ട് മുഖഭാഗങ്ങളിൽ, ശരീരത്തിന്റെ പല ഭാഗത്തും മർമ്മങ്ങളുണ്ട്. ആർക്കറിയാം മർമ്മം? ഒരു മനുഷ്യനും അറിയില്ല. അടിക്കുന്ന അടിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി പോയാൽ മരണത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തില്ല ഒരടി, ഒരുത്തണ്ട്, അവൻ അപ്പോഴേ മരണപ്പെട്ടു പോയില്ലേ, മർമ്മത്തിന്റെ ആയിപ്പോയി. ഇല്ലേ ചരിത്രത്തിലില്ലേ? ഇല്ലേ ചരിത്രത്തിലില്ലേ? ഉണ്ട്, ചരിത്രം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചരിത്രങ്ങൾ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന തുഇനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലയോ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ദീനിയായ വിഷയങ്ങൾ അനുസരണ വർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ, ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി ആദ്യമായി സതുപദേശമാണ്. ഉപദേശത്തിലൂടെ ഭാര്യ നന്നാവുന്നില്ലെങ്കിൽ അവളെ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ മാറ്റി നിർത്തണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിന്നിട്ടും ആ പെണ്ണ് നന്നാവുന്ന വഴുതിയിലേക്ക് വരുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാത്രം നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. അങ്ങനെ ഭാര്യ നീ അടിക്കലിലൂടെ അവൾ നന്നായി കഴിഞ്ഞാലോ, ഉപദേശത്തിലൂടെയോ ശാരീരിക ബന്ധം ഏർപ്പെടുത്തലിലൂടെയോ, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടിക്കലിലൂടെയോ ഭാര്യ നിന്നോട് അനുസരണ വർത്തിച്ചാൽ, പിന്നെ ഒരു നിലയ്ക്കുള്ള അക്രമപരമാകുന്ന പ്രവർത്തനത്തിലേക്കും നീ എടുത്ത് ചാടാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പിന്നെ നീ ഒരിക്കലും തന്നെ മോശത്തരം ചെയ്യാൻ പാടില്ല. അവളെ ചീത്ത വിളിക്കാൻ പാടില്ല, അവരെ തെറി വിളിക്കാൻ പാടില്ല, അവരുടെ കുടുംബക്കാരെ കുറിച്ച് മോശത്തരം പറയാൻ പാടില്ല. എന്തേ കാരണമെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കണേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയുണ്ടല്ലോ, ഏത് വാപ്പയാണ്? നിന്റെ സ്വന്തം വാപ്പയല്ല. നിന്റെ ഭാര്യയുടെ ഉപ്പ നിനക്ക് ഉപ്പയാണ്, നിന്റെ ഭാര്യയുടെ ഉമ്മ നിനക്ക് ഉമ്മയാണ്. അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉപ്പ നിനക്കുപ്പയാണ്, ഭർത്താവിന്റെ ഉമ്മ നിനക്കുമ്മയാണ്. വിവാഹ ജീവിതത്തിലൂടെ നിനക്ക് ഉമ്മയും ഉപ്പയുമായിട്ടാണ്
അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയും ഉപ്പയും നമ്മൾ വിശ്വസിക്കണേ, അവരെ നമ്മൾ ശ്രദ്ധിക്കണേ, അവരെ നമ്മൾ പരിഗണിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. ഒരു വാപ്പ അഥവാ പെണ്ണിന്റെ ഉപ്പ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഖാളിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കുന്നതാകുന്ന ഉപദേശം എന്താണ്? തന്റെ മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു വാപ്പ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വാപ്പ നൽകുന്ന നിർദ്ദേശം എന്താ? വാപ്പ നൽകുന്ന ബൈഅത്ത് എന്താ? വാപ്പ നൽകുന്ന കരാർ എന്താ? ഏതെങ്കിലും ഉപ്പമാര് ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ വിവാഹം കഴിച്ചയച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടാകും. സാധുക്കളാകുന്ന യുവതികളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതാകുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ടാകും, സംഘടനകൾ ഉണ്ടാകും. ചിന്തിച്ചു നോക്ക്, ഒരു പെണ്ണിന് വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ആ പെണ്ണിന്റെ രക്ഷകർത്താവ് ഉപ്പ കൊടുക്കുന്നതാകുന്ന നിർദ്ദേശം എന്താണ്? ആ ചെറുക്കനോട് കൊടുക്കുന്ന ഉപദേശം. കൈക്ക് പിടിക്കും, കാതിയാര് കൈക്ക് പിടിക്കും, പിടിച്ചിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാൻ പറയും പെണ്ണിന്റെ വാപ്പ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. രണ്ടുപേരെ കൊണ്ട് ചെല്ലിച്ചിട്ട് പറയും, നിങ്ങൾ പറഞ്ഞു കൊടുക്കും. വാപ്പാട് പറയാണ്, പെണ്ണിന്റെ വാപ്പായോട് പറഞ്ഞു കൊടുക്കുക. പെണ്ണിന്റെ വാപ്പ ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു കരാറ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരൊറ്റ ചെറുക്കനും അവന്റെ ഭാര്യ ഉപേക്ഷിക്കൂല. ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ മാന്യമായ രീതിയിലല്ലാതെ ഉപേക്ഷിക്കൂല. അതാണ് പറയുന്നത്. വാപ്പ പറയാണ്, അത് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു വാപ്പയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണത്? وزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. തന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്, വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഉസൗജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിന്നിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഇന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ മകളാകുന്ന ഫാത്തിമയെ, എന്റെ മകളാകുന്ന ഖദീജയെ, എന്റെ മകളാകുന്ന ആയിഷയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അലാമാ അമറല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതിന് പ്രകാരമാണ്. എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഒന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന എന്റെ പ്രിയപ്പെട്ട മകളെ നീ നല്ല രീതിയിൽ പോറ്റി വളർത്തണേ. അവൾക്ക് നീ വസ്ത്രം നൽകണേ, അവർക്ക് നീ പാർപ്പിട സൗകര്യം കൊടുക്കണേ, അവൾക്ക് നീ നല്ല ഭക്ഷണം കൊടുക്കണേ, മാന്യമായ രീതിയിൽ അവളെ നീ പോറ്റി പുലർത്തണേ. എന്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ കിടക്കാടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ അവൾക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, എന്റെ വീട്ടിൽ ഒരധിക പറ്റായിട്ടല്ല നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി, അവൾക്ക് നല്ല ഒരു ഇണ വേണം, നല്ല ഒരു തുണ വേണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് പ്രകാരം ഒരു സാലിഹാകുന്ന കുട്ടിയുടെ കൈയാകുന്ന നിന്നിലേക്ക് ഇതാ എന്റെ പ്രിയപ്പെട്ട മകളെ പിടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ കൂടെ നിർത്തുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. എന്റെ പ്രിയപ്പെട്ട നീ മടുത്തു കഴിയുമ്പോ എന്റെ പൊന്നുമോളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മടുത്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 4-5 മക്കളാകും ആ പെണ്ണുമോളെ നീ കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി കൊല്ലരുതേ. അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയരുതേ. അവളെ കടലിന്റെ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് കഴുത്തിറക്കി മുക്കിക്കൊല്ലരുതേ. അവളെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി കൊക്കയിലേക്ക് നീ വലിച്ചെറിയരുതേ. ആക്സിഡന്റിൽ പെട്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ കൊന്നുകളയരുതേ. എന്റെ പ്രിയപ്പെട്ട ചോരയാണ് എന്റെ മകള്. ആ പാവപ്പെട്ട പൊന്നുമോളെ നിനക്ക് പോറ്റാൻ പറ്റാതെ കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ നീ തിരിച്ചു നൽകണേ, തിരിച്ചു നൽകണേ. ഒരു വാപ്പ പറയുന്ന വചനമാണ്. നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ ഈറനണിഞ്ഞ കണ്ണീരോട് കൂടിയല്ലാതെ ഒരു വാപ്പയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ? താൻ ജീവിച്ചത് പൊന്നുമോൾക്ക് വേണ്ടിയല്ലയോ? അറബ് നാട്ടിൽ മാമലകൾ മുഴുവനും തന്റെ ജീവിതത്തിലേക്ക് കനക കൊട്ടാരമായിട്ട് തരട്ടെ എന്ന് സർവരും വിളിച്ചു ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയം കാണിച്ചവനല്ലയോ നീ? നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളാണ്, എത്ര നൊമ്പരങ്ങളാണ് ഉണ്ടായി തീർന്നത്, എത്രയെത്ര വിഷമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 18 കഴിഞ്ഞ പൊന്നുമോളെ പറഞ്ഞേക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യന്റെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം ആ പൊന്നുമോള് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചിറക്കി വിടുമ്പോ ആ പൊന്നുമോളുടെ ഉപ്പയതാ ആ ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചു കൊടുക്കുന്ന ബൈഅത്താണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ, അർത്ഥമറിയണേ ചെറുപ്പക്കാരാ. വാപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പെണ്ണിന്റെ ഉപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹ് ബിഹിസാൻ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ കൂടെ നിൽക്കുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. അതെല്ലാം നിനക്ക് മടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ, ചാക്കിൽ കെട്ടി കൊണ്ടുപോയി വെള്ളത്തിൽ താഴ്ത്തരുതേ. എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ തിരിച്ചു തരണേ, ഒരു ജീവച്ഛവമായിട്ടെങ്കിലും ഈ വാപ്പയ്ക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് വാപ്പയുടെ വചനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹദീസാണ് ഈ വാക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എങ്ങനെ എന്റെ മകളെ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളുമായിട്ടുള്ള ജീവിതം മാന്യമായിരിക്കും. അതല്ല നിനക്ക് മടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി അവളെ കെട്ടിത്താഴ്ത്തരുത്, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പ പറയാ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. നിനക്ക് ഒരുപാട് മക്കളായി അവളിലൂടെ, നീ അവളെ സുഖിച്ചു റാഹത്താക്കി ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എന്റെ മോളെ കൊണ്ടുപോയി നീ കൊന്നുകളയല്ലേ, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പാടെ വർത്തമാനമാണ്, ഒരു വാപ്പാടെ നൊമ്പരമാണ്. ഇത് മനസ്സിലാക്കണം ചെറുപ്പക്കാര്. ഇവനെല്ലാം അറിയോ? എന്ത് നിനക്കെന്ത്? നേരെ തലയെ തുണി പോലും ഇടൂല, ഒരു തൊപ്പി പോലും മരിക്കൂല. എപ്പോഴും ഉണ്ട് ഒരു ടവല്, കുറെ ഹൈവാന്മാര് ആ ടവല് ഇങ്ങനെ വെച്ചോട്ട് അതിങ്ങനെ വിട്ട് ഇങ്ങനെ തിരുമുക ചെവിക്കാത്തോട്ട്. നാണമില്ലല്ലോ, നാണമില്ലല്ലോ മുസ്ലിമിന്. ഒരു തൊപ്പി വാങ്ങിച്ചു വെച്ചുകൂടെ നിനക്ക്? നിക്കാഹ് കഴിയുമ്പോ നീ അല്ലാഹു തൂരിക്കള, വിഷയമില്ല, പറ്റൂല. എന്നാലും ഫാഷൻ ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ചവനുണ്ട്, ആ തുടങ്ങി വെച്ചവന് നാശം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഈ ടവലിട്ട് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറന്നുപോയി ഉണ്ടെ പിന്നെ കൈ ഒരു മിനിറ്റ് ഉസ്താദെ കൈ ടവല് പിന്നെ ഇത് ടവലിട്ട് ഒരു തൊപ്പി എടുത്ത് അവിടെ വെച്ചു. എത്ര മടിയാണ് നമുക്ക് ദീനിനോട് താല്പര്യമില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഹൈവാന്മാര് കൊണ്ടുവന്ന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ താടി നമ്മൾ കൊണ്ടുവരും. ഗ്രേറ്റ് ഫാദർ അവന്റെ ഉമ്മുമ്മ ഉണ്ട വലത്ത് എല്ലാവരും ഭയങ്കര താടി. 11 ദിവസം കൊണ്ട് 41 കോടി. എന്ത് കാര്യം? ആഖിറത്തിൽ വല്ല കൂലിയുണ്ടോ? ആഖിറത്തിന് ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ? ഇവരെ കൊണ്ട് ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ?